നാനിയുടെ പുതിയ പടം സരിപ്പോത ശനിവാരം അഥവാ സൂര്യ സാറ്റർഡേ എനിക്കിഷ്ടമായി. നല്ലൊരു കൊമേഴ്ഷ്യൽ മാസ് മസാല ടിപ്പിക്കൽ തെലുങ്ക് പടം തന്നെയാണ്. പക്ഷേ സ്ഥിരം കാണുന്ന ഒരു ഓവർ ദി ടോപ്പ് ആക്ഷൻസ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധാരണ തെലുങ്ക് പടം. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് സിനിമയ്ക്കുള്ളത്. ശനിയാഴ്ച മാത്രം അടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. സോ ബാക്കിയുള്ള വീക്കെൻഡിൽ ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഒരു ബുക്കിൽ എഴുതി വെച്ച് ശനിയാഴ്ച മാത്രം പ്രതികാരം വീട്ടുന്ന ആ ഒരു വ്യക്തിയും ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള പോലീസ് ഓഫീസറും തമ്മിലുള്ള ക്ലാഷും കോൺഫ്ലിക്ട്സുകളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് മെയിൻ രണ്ട് ഈ ആൻറ്റഗോണിസ്റ്റും പ്രോട്ടഗോണിസ്റ്റും നാനിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന എസ് സൂര്യയും ഇവർ തന്നെയാണ് സിനിമയുടെ മെയിൻ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്. ഇവർ തന്നെയാണ് ഷോ സ്റ്റീലേഴ്സ്. ഇവരിങ്ങനെ കൊണ്ടുപോകണം പടം മുഴുവൻ. ആൻഡ് 3 മണിക്കൂറിൻ്റെ ഈ പടം പടം കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ 6 മണിക്ക് തുടങ്ങിയിട്ട് 9 മണിയായി പടം കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് മനസ്സിലായത് ഇത്ര നേരം ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ 50 സംതിങ് മിനിറ്റ് എന്തോ ഉണ്ട്. ഈ 3 മണിക്കൂറും എനിക്ക് അവിടെ ലാഗ് അടിക്കുകയോ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഐ വാസ് തറോലി എൻഗേജ് ഇൻ ദിസ് മൂവി. ആൻഡ് നമ്മൾ സ്ഥിരം ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ മാസ് മസാല പടങ്ങളിൽ കാണുന്ന ഭയങ്കര ക്രിഞ്ചടിപ്പിക്കുന്ന മൊമെൻറ്റ്സോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ലവ് ട്രാക്കോ അനാവശ്യമായിട്ടുള്ള അപ്പാപ്പാസം തങ്കച്ചിപ്പാസം അമ്മാപ്പാസമൊക്കെ ഈ സിനിമയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എവിഡൻ്റ് അല്ല. അമ്മാപ്പാസൊക്കെ ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് വളരെ ലെയിമിനായിട്ട് വെച്ചിരിക്കുക. ദെൻ ലവ് ട്രാക്ക് ഉണ്ട്, എന്നാൽ സ്വിറ്റ്സർലൻഡിൽ പോയി ഡാൻസ് കളിക്കലൊന്നുമില്ല. സോ ഇത് തന്നെ സാധാരണ നമ്മൾ ഞാനീ പടങ്ങളിൽ കാണുന്ന പോലെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ തന്നെയാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് ഈ സിനിമ തോന്നും. ഒരു മാരക ഗംഭീര ഐറ്റം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വീക്കെൻഡിൽ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു കൊമേഴ്ഷ്യൽ വാച്ച് തന്നെയാണ് ഈ സിനിമ. ഫാമിലിക്കൊക്കെ ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്ന വളരെ നീറ്റായിട്ടുള്ളൊരു പടം. ആൻഡ് നാനിയുടെ ഓപ്പോസിറ്റ് എസ് സൂര്യൻ വന്നുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിൽ എസ് സൂര്യയുടെ കാര്യം പറയുക വേണ്ട. അങ്ങേരെ കിടിലൻ കാസ്റ്റാണ് അതിൽ. അങ്ങേർക്ക് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ഇതിൽ. അങ്ങേര് ഇങ്ങനെ വെറി പിടിച്ച് നടക്കുകയാണ്. നമ്മുടെ ഇങ്ങനെ ആവേശത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഫഹദ് നടന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ മാർക്ക് ആൻ്റണിയിലൊക്കെ കണ്ട നമ്മളെ എസ് സൂര്യൻ്റെ പോലെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. മാനാട് അതിലൊക്കെ പോലെ അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേരുടെ ആ ഒരു ടെറൈനിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് കിടിലായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മാരക ആക്ഷൻ സീക്വൻസുകളൊന്നും എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കണക്ട് ചെയ്തില്ല. ദെൻ പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ കണക്ഷനൊന്നും സിനിമയിൽ എവിടെ അതിനുള്ള സ്പേസ് ഇല്ല. എനിക്ക് ഒരു തരത്തിലും ഈ ഒരു ക്യാരക്ടറിന് അടികൊള്ളുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാവുന്ന അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ലൈൻ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഈ 3 മണിക്കൂറും എൻജോയ് ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. പക്ഷേ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയണം. കിടിലൻ. ഐ തിങ്ക് ജെക്സ് വിജയാണ്. കിടിലൻ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് എസ് സൂര്യൻ്റെ ഒരു ട്രാക്ക് ഉണ്ട് ചില സമയത്തൊക്കെ ഉള്ളത്, പോളി സാധനം. സോ ഹീറോ എലിവേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ കണ്ടത് തമിഴ് ഡബ്ബാണ്. അതിൽ എസ് സൂര്യൻ തന്നെയാണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് അങ്ങേര് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടാവില്ല. സോ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മണിക്കൂർ എൻഗേജ് ചെയ്ത് കാണാൻ പറ്റും നല്ലൊരു പടം. ഒരു എന്നെ സംബന്ധിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് ഈ ചിത്രം. ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.